വനം വിഴുങ്ങികളെ സംരക്ഷിക്കുന്നത് ആരാണ്? മരംമുറി വിഷയത്തിൽ എല്ലാ വകുപ്പുകൾക്കും ഉത്തരവാദിത്തമെന്ന് മന്ത്രി കെ രാജൻ. വനം, റവന്യൂ വകുപ്പുകൾ തമ്മിൽ ഭിന്നതയില്ല. നല്ല ലക്ഷ്യത്തോടെ ഇറക്കിയ ഉത്തരവിനെ ദുർവ്യാഖ്യാനം ചെയ്തു. ഉത്തരവ് പുതുക്കിയിറക്കുന്ന കാര്യത്തിൽ സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. കർഷകരുടെ ആവശ്യം കൂടി പരിഗണിച്ചുള്ള ഉചിതമായ തീരുമാനമുണ്ടാകുമെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനെ മറയാക്കാണ്, ദുരുപയോഗം ചെയ്യുകയും ദുർവ്യാഖ്യാനം ചെയ്യുകയും ചെയ്യാണ്. അല്ലാണ്ട് ഉത്തരവിൻ്റെ പ്രശ്നമല്ല അത്. ആ കാര്യത്തിലുള്ളത് അന്വേഷണം നടക്കട്ടെ, പേടിക്കാനൊന്നുമില്ല, ഭയപ്പെടേണ്ട ഒന്നുമില്ല. പറയാനുള്ള കാര്യങ്ങളെല്ലാം കേരളത്തിൻ്റെ നിയമസഭയിൽ പറഞ്ഞിട്ടുണ്ട്. ബന്ധപ്പെട്ട മന്ത്രിമാരും അക്കാര്യം, മുൻ മന്ത്രിമാരും അക്കാര്യം ആവർത്തിച്ച് വ്യക്തമാക്കിയിട്ടുണ്ട്. എല്ലാ വകുപ്പുകളും അക്കാര്യത്തിൽ ഒരുപോലെ ബാധ്യസ്ഥരാണ്. പ്രത്യേകിച്ചൊന്നും അക്കാര്യത്തിൽ സൂചിപ്പിക്കാനില്ല. ഒന്നും അങ്ങനെ റവന്യൂ വകുപ്പ് മാത്രമായി ഏതെങ്കിലും മുൻപിനയിൽ നിൽക്കുന്ന ഒരു പ്രശ്നമില്ല. മന്ത്രിമാരോ വകുപ്പുകളോ തമ്മിലുള്ള ഒരു തർക്കമോ പ്രശ്നമായിട്ട് മുന്നോട്ട് കൊണ്ടുപോകേണ്ട. ഈ മറയാക്കി ആരെങ്കിലും ഉണ്ടെങ്കിൽ അത് അന്വേഷണത്തിന് വിധേയമാകും. വിവരങ്ങളുമായി ടി ജി സജിത്ത് ചേരുന്നു. സജിത്ത്, CPIയുടെ 2 വകുപ്പുകൾ, CPI കൈകാര്യം ചെയ്ത 2 വകുപ്പുകളാണ് പ്രധാനമായിട്ടും ഈ മരമുറി സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുന്നിലുള്ളത്. ആ വകുപ്പുകളെ സ്വാഭാവികമായിട്ടും CPI ആയിരിക്കും അത് സംബന്ധിച്ച് വിശദീകരിക്കേണ്ടതായിട്ടും വരിക. ഇപ്പോൾ മന്ത്രി അക്കാര്യത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ് എന്ന വിശദീകരണമായിരിക്കും ഔദ്യോഗികമായി തന്നെയും പാർട്ടിയും നിലപാട് സ്വീകരിക്കുക. അദ്ദേഹം മറ്റെന്തൊക്കെ പറഞ്ഞു? സനീഷ, ഈ വിഷയത്തിൽ മന്ത്രിയുടെ പ്രതികരണം ഉത്തരവ് നല്ല ഉദ്ദേശത്തോടെ ഇറക്കിയതാണ്, പക്ഷെ അത് ദുർവ്യാഖ്യാനം ചെയ്ത് ചിലർ സ്വാർത്ഥ താല്പര്യത്താൽ ഉപയോഗിച്ചു. അതാണ് ഈ തരത്തിലുള്ള സാഹചര്യം ഉണ്ടാക്കിയത് എന്നതാണ് മന്ത്രിയുടെ വിശദീകരണം. പക്ഷെ ഇന്ന് രാവിലെ മുതൽ വരുന്ന മറ്റൊരു സൂചന, ഈ ഉത്തരവ് പുതുക്കി ഇറക്കുമെന്ന സൂചനയുണ്ട്. അതായത് നേരത്തെ ഒരു സർവകക്ഷി യോഗത്തിന്റെ തീരുമാനത്തിന്റെ അടിസ്ഥാനത്തിലാണ് പട്ടയഭൂമിയിലെ മരം മുറിക്കാനുള്ള തീരുമാനത്തിലേക്ക് സർക്കാർ എത്തിയത്. പക്ഷേ ആ ഉത്തരവിലെ ചില പിഴവുകളും അത് മറ്റു തരത്തിൽ ഉപയോഗപ്പെടുത്തിയതുമാണ് ഇപ്പോഴത്തെ ഒരു സാഹചര്യം ഉണ്ടാക്കിയത്. ഇതുമൂലം ജനങ്ങളുടെ, ആ മേഖലയിലെ ജനങ്ങളുടെ ഒരു അവസരമാണ് നഷ്ടപ്പെട്ടു പോയത്. അതുകൊണ്ട് ആ ഉത്തരവ് പുതുക്കി ഇറക്കുമെന്ന സൂചന ഉണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ റവന്യൂ മന്ത്രി അത്തരം നീക്കം തള്ളുകയാണ്. ഇത്തരം ചില ആലോചനകൾ ഉണ്ടായെന്ന കാര്യം അദ്ദേഹം സ്ഥിരീകരിക്കുന്നു. പക്ഷേ അത് സംബന്ധിച്ച് തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല. എന്തായാലും അവിടുത്തെ ജനങ്ങളുടെ അടക്കം ആഗ്രഹങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള തീരുമാനം സർക്കാരിന്റെ ഭാഗത്ത് ഉണ്ടാകുമെന്നതാണ് അദ്ദേഹം വ്യക്തമാക്കുന്നത്. ഈ വിഷയത്തിൽ CPI വിഷയം വിശദമായി ചർച്ച ചെയ്യാൻ ഒരുങ്ങുകയാണ്. കാരണം CPI കൈകാര്യം ചെയ്ത 2 വകുപ്പുകളുമായി ബന്ധപ്പെട്ടാണ് ഈ വിവാദം ഉണ്ടായത്. സ്വാഭാവികമായും CPIക്ക് ഇതിനകത്ത് നിർണായകമായ നിലപാട് എടുക്കേണ്ടി വരും. എന്തായാലും CPI നേതൃത്വം ഈ വിഷയം ഗൗരവമായി തന്നെ ചർച്ച ചെയ്യും. ഇതിൽ മന്ത്രിമാരോടടക്കം വിശദീകരണം തേടിക്കൊണ്ടുള്ള നീക്കത്തിലേക്കാണ് CPI നേതൃത്വം വരുന്നത്. വകുപ്പുകൾക്കിടയിൽ ആശയക്കുഴപ്പമില്ല എന്നതും റവന്യൂ മന്ത്രി പറയുന്നുണ്ട്. കാരണം റവന്യൂ വകുപ്പിനെയും വനം വകുപ്പിനെയും മാത്രം കുറ്റപ്പെടുന്ന ചില നീക്കങ്ങൾ നടക്കുന്നു എന്ന ചില പരാതി ചില CPI നേതാക്കൾക്കെങ്കിലും ഉണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിൽ ആശയക്കുഴപ്പമൊന്നുമില്ല എന്ന് റവന്യൂ മന്ത്രി വിശദീകരിക്കുന്നത്. എന്തായാലും CPI നേതൃത്വം ഈ വിവാദങ്ങൾ വിശദമായി പരിശോധിക്കുകയാണ്. അടുത്ത ദിവസം ചേരുന്ന നേതൃയോഗത്തിൽ വിശദമായി കാര്യങ്ങൾ ചർച്ച നടക്കുന്നത്. ശരി, നന്ദി സജിത്ത് വിവരങ്ങൾക്ക്. ഉത്തരവ് പുതുക്കുന്നത് സംബന്ധിച്ച് സർക്കാർ തീരുമാനമെടുത്തിട്ടില്ല. കർഷകരുടെ ആവശ്യങ്ങൾ പരിഗണിച്ച് തീരുമാനമെടുക്കും. ഇത് ഉത്തരവിനകത്തെന്തെങ്കിലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നില്ല, അത് ദുർവ്യാഖ്യാനം ചെയ്യപ്പെട്ടതാണ് പ്രശ്നം എന്നാണ് മന്ത്രി കെ രാജൻ അക്കാര്യത്തെക്കുറിച്ച് വിശദീകരിക്കുന്നത്.